ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു നിയോപ്പൊളിറ്റൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ച് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 1 kg കേക്കാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് 3 പ്രാവശ്യം വേണമെങ്കിലും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 4 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലോണം ബീറ്റായി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ്, നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് എടുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ബീറ്റായി വൈറ്റ് കളറിൽ ക്രീമി ആയിട്ട് വരണം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് അളവ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്തെടുത്തത് ഞാൻ 3 പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്ക്, വാനില സ്പഞ്ച്, അതേപോലെ സ്ട്രോബെറിയോടെ സ്പഞ്ച്, ഇതുപോലെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ഇത് സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പാത്രത്തിലാക്കി ഒരേ അളവിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഞാനൊരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും 7 ഇഞ്ചിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ഹൈറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബേക്കായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് മാറ്റാം. ഇന്നൊരു വേറെ പാത്രത്തിൽ ബാറ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് സ്ട്രോബെറിയോടെ എസൻസ് കളറോട് കൂടിയുള്ളതാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ അളവ് പാലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ഇതേപോലെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും ബേക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ കേക്ക് ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക, ചൂടുപാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽട്ടായി കിട്ടും. അതിനുശേഷം അതെടുത്ത് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇതേപോലെ നമുക്ക് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. 1 കപ്പ് അളവ് വിപ്പിംഗ് ക്രീം എടുത്ത് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ലെയറിന് വേണ്ടി മാത്രം ചോക്ലേറ്റ് കുറച്ച് ഞാൻ ക്രീം എടുത്ത് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് എടുത്ത് കൊടുത്ത് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു പാത്രത്തിൽ കുറച്ച് ക്രീം എടുത്ത് അതിലേക്ക് സ്ട്രോബെറി എസൻസ് 2 ഡ്രോപ്സ് തൊട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തത് ക്യാമറ ഓഫായി പോയി. അതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ലെയർ ഞാൻ ചോക്ലേറ്റ് കേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ച ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ട്രോബെറിയോടെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്ട്രോബെറിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാനില സ്പോഞ്ച് കേക്ക് മുകളിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ടോട്ടലായിട്ട് നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ കേക്ക് റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് 2 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതേപോലെ ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 3 എണ്ണം ഇതേപോലെ റെഡിയാക്കി വെച്ച ശേഷം ഞാനൊരു അരമണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ക്രീം. അതിനുശേഷം അതെല്ലാം ഒലിച്ച് താഴെ വരും. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഇതേപോലെ ഞാൻ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായി റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.